മാത്സ് ടീച്ചറിലേക്ക് സ്വാഗതം. പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർവസമവാക്യങ്ങൾ എന്ന പാഠത്തിലെ ചില പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടത്. അതിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഇന്ന് കാണാം. ഒന്നാമത്തെ ചോദ്യം, 4 സംഖ്യകളുള്ള സമചതുരത്തിന് പകരം 9 സംഖ്യകളുള്ള ഒരു സമചതുരം എടുത്ത് 4 മൂലകളിലുള്ള സംഖ്യകൾ മാത്രം അടയാളപ്പെടുത്തുക. പ്രവർത്തനം ഇതായിരുന്നു. ഈ ഒരു പട്ടിക 1, 2, 3, 4, 5, 6, 8 ഇങ്ങനെ പോകുന്ന 25 വരെ എഴുതിയ ഈ ഒരു സംഖ്യകളുടെ പട്ടിക. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അടുത്തടുത്ത 4 കളങ്ങളിലെ സംഖ്യകളാണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, അടുത്തടുത്ത 9 കളങ്ങളിലെ സംഖ്യകൾ. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് 8, 9, 10, 8, 9, 10, അതുപോലെ 13, 14, 15, 18, 19, 20. ഇതാണ് തന്നിരിക്കുന്നത്. നോക്കൂ, 8, 9, 10 ഇത് 8, 9, 10, 13, 14, 15, 18, 19, 20 അല്ലെ? ഇതില് കോണോട് കോൺ ഗുണനഫലങ്ങളുടെ വ്യത്യാസം എന്താണ്? ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കാം. കോണോട് കോൺ നമ്മൾ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇതാണ്. ഇതിന്റെ ഗുണനഫലത്തിന്റെ വ്യത്യാസമാണ്. കോണോട് കോണ് വരുന്ന സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ വ്യത്യാസം. ഇതും തമ്മിൽ ഗുണിക്കണം, ഇതും തമ്മിൽ ഗുണിക്കണം. ഇതിന്റെ വ്യത്യാസം കണ്ടുപിടിക്കണം. എത്ര കിട്ടുക? 8, 20, 102. നമുക്ക് ഇങ്ങനെ എഴുതാം. 8 × 20 എന്ന് പറഞ്ഞാല് 8, 2, 16, 160 അല്ലെ? അതുപോലെയോ 18, 10 18, 10 എത്ര കിട്ടും? 150. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 160ഉം 150ഉം തമ്മിലുള്ള വ്യത്യാസം 20ആണ് വ്യത്യാസം. നമ്മൾ ഇതുപോലെ വേറെ 9 സംഖ്യകൾ ഇതൊന്ന് പരിഗണിച്ച് നോക്കൂ. 1, 2, 3, 1, 2, 3, 6, 7, 8, 11, 12, 13. അതായത് കോണോട് കോൺ വരുന്ന നമ്പർ നമുക്കൊന്ന് അടയാളപ്പെടുത്താം. കോണോട് കോൺ വരുന്നതൊന്ന് ഗുണിച്ച് നോക്കുക. ഒരു 13, പിന്നെ ഏതാ ഗുണിക്കണ്ടേ? 13 അല്ലെ? ഇനിയോ 11, 3 എത്ര? 33. വ്യത്യാസം എത്രയാണ്? 33 - 13 സമയം എത്രയാ? 20. എന്തുകൊണ്ടാണ് ഇങ്ങനെ 20 എല്ലായിടത്തിലും വ്യത്യാസം വരുന്നത്? ഈ കോണോട് കോൺ ഗുണിച്ചതിന്റെ വ്യത്യാസം കണ്ടപ്പോ 20 കിട്ടി, ഇത് തമ്മിലുള്ള വ്യത്യാസം 20 കിട്ടി. ഇപ്പൊ ഇവിടെ ഏതെടുത്താലും നമുക്ക് എന്ത് കിട്ടും? ഈ കോണോട് കോൺ വരുന്ന ഈ നമ്പർ ഗുണിച്ചതിന്റെ വ്യത്യാസം കണ്ടാൽ 20 കിട്ടുക. ഇത് ബീജഗണിത രീതിയിൽ നമുക്ക് എങ്ങനെ സമർപ്പിക്കാം? നമുക്ക് ഈ തന്നിരിക്കുന്ന പട്ടിക വെച്ചും കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കൂ. ബീജഗണിത ചരങ്ങൾ ഉപയോഗിച്ച് നമ്മളിപ്പോ ഉദാഹരണമായിട്ട് ഇതിന് ഞാൻ എക്സ് എന്ന് കൊടുക്കാൻ പറ്റട്ടെ. ഇത് ഓരോന്നിനും നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇത് എക്സ് ആണെങ്കിൽ കോണോട് കോൺ വരുന്നത് മാത്രമേ ഇപ്പൊ ഞാൻ എഴുതുന്നുള്ളൂ. ഓരോന്ന് നമുക്ക് പറയാം. എക്സ്, ഇത് x+1, ഇത് എത്ര വരും? x+2 അല്ലെ? 3 ഉണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ എക്സ് കോണിൽ വരുന്നത് മാത്രം ഞാൻ പറയാം, x+2. ഇത് വരുമ്പോ എന്ത് വരും? x+5 ആണ് 13 അല്ലെ? ഇനി ആ 18ലേക്ക് എത്തുമ്പോ x+10 ആണ്. ഇവിടെ വരുന്നത് x+10 ആണ്. ഇത് x+10. ഇനിയോ അതുപോലെ ഇവിടെ വരുമ്പോഴേക്കോ ഇത് x ആണ്, ഇത് 20 ആണ്. അപ്പം ഇത് x ആണെങ്കിൽ ഇത് 8 ആകുമ്പോ ഇവിടെ 20 ആണ്. അപ്പൊ x ആണെങ്കിൽ എത്ര കൂടുതലാണ്? 8നേക്കാൾ എത്ര കൂടുതലാ? 12 കൂടുതലാണ്. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? x+12 എഴുതാം. ക്ലിയർ ആണല്ലോ? ഞാൻ ഈ 9 നമ്പർ എഴുതിയിട്ടില്ല, അതിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ബന്ധം നോക്കിയാൽ തന്നെ നമുക്ക് എഴുതാം. x+2, x+10, x+12. നമുക്ക് ഈ കോണോട് കോൺ വരുന്നത് ഗുണിച്ചിട്ട് അതിന്റെ വ്യത്യാസം കണ്ടു നോക്കാം. എന്താ കിട്ടുക? അപ്പൊ ഇത് ഗുണിക്കണം. x × x+2 നമുക്ക് ഗുണിച്ചാൽ എഴുതി വെക്കാം. എത്ര ആൻസർ കിട്ടുക? x² പ്ലസ് x+12 ആണ്. x × x+12 പറയുമ്പോ x² + 12x ഇത് കിട്ടി. ഇനി അടുത്ത x+10 × x+2 x+10 × x+2 ഇത് എത്ര വരിക? കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചാണല്ലോ. x കൊണ്ട് ഇതിന് 2നെയും ഗുണിക്കണം, 10 കൊണ്ട് ഇതിന് 2നെയും ഗുണിക്കണം. x × x കാണണം, x × 2 കാണണം അല്ലെ? അപ്പൊ അങ്ങനെ വരും x² + 2x വരും. ഇനി ഇത് ഗുണിക്കുമ്പോ 10 കൊണ്ട് 2നെയും ഗുണിക്കണം.
10x പ്ലസ് 10 2 20 എന്ന് വരും. ഇതിനെ കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിക്കൂടെ? ഇത് രണ്ടും കൂട്ടി എഴുതാമോ? ശരിയല്ലേ? ഒരേപോലത്തെ കൂട്ടി എഴുതിക്കൂടെ? അപ്പൊ 2x 10x കൂട്ടിയാൽ എത്രയാ? x² പ്ലസ് 12x പ്ലസ് 20. ഇതല്ല കിട്ടുന്നത്. ഇവിടെ നോക്കൂ, ആദ്യത്തേതായി കോണോട് കോൺ വരുന്നത് ഗുണിച്ചപ്പോ x പ്ലസ് 12x, ഇത് രണ്ടും ഗുണിച്ചപ്പോ x² പ്ലസ് 12x പ്ലസ് 20. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇത് തമ്മിൽ അധികമുള്ള എത്രയാ? ഇതിനേക്കാൾ എത്ര അധികമായിട്ടുള്ളത്? 20 ആണ്. അപ്പം വ്യത്യാസം 20 കിട്ടും. അപ്പൊ ബീജഗണിത രീതിയിൽ നമ്മളൊക്കെ അത് സമർത്ഥിക്കാൻ കഴിയും. ക്ലിയർ ആയോ? അതുപോലെ അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. നേരത്തെ കണ്ട ഗുണനപ്പട്ടിക ഇതാണ്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ് ചെയ്തതാണ് അല്ലേ? ഇത് 1 2 വരുന്ന അടുത്ത 2 1 2 2 2 2 4 3 2 6 ഇങ്ങനെ വരുന്ന ഗുണനപ്പട്ടിക. ചോദ്യം ശ്രദ്ധിക്കൂ. നേരത്തെ കണ്ട ഗുണനപ്പട്ടികയിൽ 4 സംഖ്യകളുള്ള സമചതുരത്തിനു പകരം 9 സംഖ്യകളുള്ള ഒരു സമചതുരം എടുത്ത് 4 മൂലകളിലുമുള്ള സംഖ്യകൾ മാത്രം അടയാളപ്പെടുത്തുക. കോണോട് കോൺ തുകയുടെ വ്യത്യാസം എന്താണ്? അതിന്റെ ഒരു ബി പാർട്ട്, ഇങ്ങനെയുള്ള സമചതുരങ്ങളിലെല്ലാം വ്യത്യാസം ഒരേ സംഖ്യ തന്നെ കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. 16 സംഖ്യകളുടെ ചതുരം എടുത്താലോ? ഇങ്ങനെ 3 പാർട്ട് ഉണ്ട് ആ ചോദ്യത്തിന്. നമുക്ക് ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പട്ടികയാണ്. ഈ പട്ടികയില് ഏതാ പറഞ്ഞിരിക്കുന്നത്? 6 8 10 ഇതാണ്. 6 8 10 തുടങ്ങുന്ന ഈ ഒരു ചതുരം 6 8 10 9 12 15 12 16 20 ഇതാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം നമ്മൾ കണ്ടേ, കോണോട് കോൺ തുകയുടെ വ്യത്യാസം എന്താണ്? ഇവിടെയുള്ള സംഖ്യ ഇത് മാത്രം അടയാളപ്പെടുത്തുക. ഇതിന്റെ തുകയുടെ വ്യത്യാസം കോണോട് കോൺ ഇങ്ങനെ വരുന്നത് ആണ് എടുക്കേണ്ടത്. ഇത് കൂട്ടണം. തുക ആദ്യത്തെ എന്ത് കിട്ടി? 6 കൂട്ടണം 20 എത്ര? 26. ശരിയല്ലേ? ഇതോ 12 പ്ലസ് 10 22. സോറി 22. അപ്പൊ വ്യത്യാസം എത്ര കിട്ടി? 26 22 തമ്മിലുള്ള വ്യത്യാസം 26 മൈനസ് 22 എന്ന് പറഞ്ഞാല് 4 ആണ് വ്യത്യാസം അല്ലേ? വേറെ ഏത് നമ്മൾ എടുത്തു വയ്ക്കുക? ഈ ഗുണപട്ടികയിൽ വേറെ ഏതെങ്കിലും നമുക്ക് ആദ്യം തന്നെ എടുക്കാം. ഇതൊന്ന് എടുത്തു നോക്കൂ. ഏതാ? 1 2 3 2 4 6 3 6 9 ഇതല്ലേ? കോണോട് കോൺ വരുന്ന അടയാളപ്പെടുത്തുക. ഏതല്ല? 1 കൂട്ടണം 9 10 കിട്ടും അല്ലേ? അടുത്ത ഇതല്ലേ കോണോട് കോൺ വരുന്നത്? അടുത്തത് അപ്പൊ 3 കൂട്ടണം 3 എത്ര കിട്ടി? 6 കിട്ടി. വ്യത്യാസം എത്രയാണ്? ഇത് തമ്മിലുള്ള വ്യത്യാസം 4. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരേ വ്യത്യാസം വരുന്നത് അല്ലേ? അതാണ് നമുക്ക് അടുത്ത കണ്ടത്. ഇങ്ങനെയുള്ള സമചതുരങ്ങളിലെല്ലാം വ്യത്യാസം ഒരേ സംഖ്യ തന്നെ കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച് നമ്മൾ പറയണം. ചരടി നമുക്ക് പറയാൻ ശ്രമിക്കാം. ഇതാണ് സംഖ്യ 6 8 10. ഇത് നോക്കി നമുക്ക് സംഖ്യകൾ ഉണ്ടാക്കാലോ. ഇത് ഞാൻ എക്സ് എന്ന് കൊടുക്കാം. നമ്മളിത് ഇവിടെ വരുന്നത് മാത്രം എടുക്കാം അല്ലെ? എക്സ് ഇത് 2 കൂടി എക്സ് പ്ലസ് 2 ഇതോ എക്സ് പ്ലസ് 4 ശരിയല്ലേ? 6 ഞാൻ എക്സ് എന്ന് കൊടുത്തത്. ഇപ്പൊ 4 അധികമല്ലേ ഇത്? അങ്ങനെ ഓരോ കോണ് വരുന്ന ശ്രദ്ധിച്ച് ഇത് എത്ര അധികം? 6 എത്ര അധികം? 12. യെസ്, എക്സ് പ്ലസ് 6 ആണ് അല്ലെ? എക്സ് പ്ലസ് 6 ആണ്. ഇനിയോ ഇത് എത്ര അധികമാണ്? 6 എക്സ് പ്ലസ് 14. ഇപ്പൊ കോണോട് കോൺ വരുന്നത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഈ 4 എണ്ണാണ് എഴുതിയത്. ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ 4 കൂടിയത്, ഇത് 6 കൂടിയത്, ഇതോ 14 കൂടിയത് ശരിയല്ലേ? ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് കോണോട് കോൺ വരുന്നതിന്റെ തുക കാണാനാണ് നമ്മൾ പറഞ്ഞത്. ഇതും കൂട്ടി എഴുതണം. ഇപ്പൊ ഏതാ വരിക? എക്സ് കൂട്ടണം എക്സ് പ്ലസ് 14 എത്ര വരുന്നത്? യെസ്, എത്ര വരും? 2x പ്ലസ് 14 ശരിയല്ലേ? ഇനി അടുത്ത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ വരിക? സോറി, തുക എക്സ് പ്ലസ് 6 കൂട്ടണം എക്സ് പ്ലസ് 4 ഒരേപോലെ കൂട്ടാലോ. എക്സും 2x പ്ലസ് ഇത് 10. ഇത് നോക്കൂ, 2x രണ്ടിലുണ്ട്
ഇവിടെ 14, ഇവിടെ 10. ഇത് തമ്മിലുള്ള എത്ര വ്യത്യാസമാണ്? ഇതും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇവിടെ 2x + 10 ആണ്, ഇവിടെ 2x + 14 ആണ് അല്ലെ? എത്രയുടെ വ്യത്യാസമുള്ള? അപ്പം വ്യത്യാസം നമുക്ക് എത്ര എഴുതാം? 4. മനസ്സിലായോ? അപ്പൊ ചരം ഉപയോഗിച്ച് നമുക്ക് ഇത് സമർത്ഥിക്കാൻ കഴിയും. ക്ലിയർ അല്ലേ? ഇനി അതിന്റെ അടുത്ത ചോദ്യം എന്താ? 16 എണ്ണം വരുന്നത് ഇതാ. നമുക്ക് ഇത് തന്നെ എടുക്കാം. 1 തൊട്ട് ഇരുന്നായിക്കോട്ടെ. ഇതാ ഇതെടുക്കാം. 1, 2, 3, 4. പിന്നെ 2, 4, 6, 8. 3, 6, 9, 12. 4, 8, 12, 16. ഇതല്ലേ വരുന്നേ? അപ്പൊ നമുക്ക് കോണോട് കോൺ വരുന്ന ഏതല്ല? 1ഉം 16ഉം 4ഉം 4. അപ്പൊ ഇത് എത്ര കിട്ടുന്നത്? ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാ വരുന്നത് നോക്കിയേ. 16 തുക 1 + 16 എത്ര കിട്ടി? 17. ശരിയല്ലേ? അടുത്ത് 4 + 4 എത്ര കിട്ടി? 8. വ്യത്യാസം എത്രയാ? 17 8 കുറച്ചാല് 9 ആണ് വ്യത്യാസം അല്ലെ? വ്യത്യാസം 9. ഇവിടെ നമുക്ക് എന്ത് തെളിയിക്കാൻ പറ്റും? ബീജഗണിതം എടുത്തുകൊണ്ട് ഇതേപോലെ തെളിയിക്കാം. ഇതിനെ നമ്മൾ x കൊടുക്കുകയാണെങ്കിൽ ഇത് എത്ര വരും? x പ്ലസ് എത്ര കുട്ടിയാ? ഒന്നിനാ ഞാൻ x കൊടുത്തത്. 3 കുട്ടിക്കാണ് ഇത് കിട്ടുന്നത് അല്ലെ? അപ്പൊ x + 3 ആണ്. x+1, x+2, x+3. ഒന്നിനോട് എത്ര കുട്ടിക്കാ 4 കിട്ടുന്നത്? 3 കുട്ടികൾ. x + 3. ഇവിടെ എത്ര വരും? ഒന്നിനോട് എത്ര കുട്ടിക്കാ 16 കിട്ടുന്നത്? x + 15. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോണോട് കോൺ കൂട്ടിയതിന്റെ വ്യത്യാസം കണ്ടാൽ അവിടെയും നമുക്ക് എന്ത് കിട്ടും? 9 ആണ് വ്യത്യാസം എന്നുള്ളത് മനസ്സിലാവും. ക്ലിയർ ആയോ? ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ചുവടെയുള്ള ക്രിയകൾ ശ്രദ്ധിക്കൂ. നമുക്ക് ഈ പട്ടിക നമുക്ക് മാറ്റാൻ വേണ്ട, ഇതൊന്ന് മാറ്റി. സംഗീതാണ് ചോദ്യതാണ്. ചുവടെയുള്ള ക്രിയകൾ നോക്കുക. 1 ഗുണിക്കണം 4 സമം. ഇവിടെ ഇതിന് ഇടയിലില്ലാത്ത നമ്പർ ഏതല്ല? യെസ്, എത്ര? 2, 3 അല്ലെ? നോക്കണേ. 2 × 3 - 2. ശരിയല്ലേ? 1 × 4 സമം 2 × 3 - 2. അടുത്ത നോക്കൂ. 2 × 5. ഇവിടെ ഇതിനിടയിലില്ലാത്ത ഏതാ? യെസ്, 3ഉം 4. 3 × 4 - 2. അടുത്തത് 3 × 6. എങ്ങനെ എഴുതാം? യെസ്, 4 × 5 - 2. ഇങ്ങനെ പോകുന്ന അതുപോലെ 4 × 7. 4 × 7 = 3 × 5 × 6 - 2. ഇതുപോലുള്ള കൂട്ടങ്ങളാണ് തന്നിട്ടുള്ളത്. ഈ ക്രമത്തിൽ അടുത്ത 2 വരികളിലെ ക്രിയകൾ എഴുതുക. ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത 2 വരി എഴുതാനുള്ള വഴികൾ നമുക്ക് ഇവിടെ തെളിഞ്ഞു കിട്ടിയില്ലേ? ഇവിടെ 1, 4. ഇതിനിടയിൽ എഴുതാതെ പോയ നമ്പർ ഏതല്ല? 2, 3. 2 × 3 - 2. ഇവിടെ 2, 5 ആണ് തന്നിട്ടുള്ളത്. ഇവിടെ ഇടയിലുള്ള നമ്പർ ഏതല്ല? 2 × 5 3, 4. 3 × 4 - 2. ഇങ്ങനെ പോവാണെങ്കിൽ അടുത്ത 2 വരി നമുക്ക് എങ്ങനെ എഴുതാം? പറഞ്ഞേ, എങ്ങനെ പോകണം? ഇവിടെ ഒരു ക്രമമുണ്ട്. 1, 2, 3, 4. അടുത്ത ഏത് വരണം? യെസ്, 5 അല്ലേ? ഇനി അടുത്ത ഏതാ വരണ്ടേ? 2 എണ്ണം വിടണം. 6, 7 വിട്ടിട്ട് ഇവിടെ എത്ര എഴുതുക? 8 എത്രയാണ്? 40. അതെന്തിനു തുല്യായിരിക്കും? ഇതിനിടയിൽ വിട്ട ഏതാ നമ്പർ? 6, 7. 6, 7 എത്രയാ? 42. 2 ശരിയല്ലേ? ഇനി അടുത്ത ഇതൊന്നും പറയാൻ വേഗം എങ്ങനെ എഴുതാം? നമുക്ക് പെട്ടെന്ന് എഴുതാമല്ലോ. ഇവിടെ എത്ര വരും? 6. എവിടെയാ? 9 അല്ലേ? എങ്ങനെ എഴുതാൻ പറ? എങ്ങനെ വരും? ഇതിനിടയിൽ വരുന്നത് 7ഉം 8ഉം. 8, 7 56 2 കുറച്ച് ശരിയല്ലേ? 9, 6 54. 8, 7 56 2 കുറച്ചത് അല്ലേ? അപ്പൊ ഈ ക്രമത്തിൽ അടുത്ത 2 വരികളിലെ ക്രിയകളാച്ചത്. അതിന്റെ ഒരു ബി പാർട്ട് ശ്രദ്ധിക്കൂ. അടുത്തടുത്ത 4 എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ ഗുണനഫലവും നടുവിലെ 2 സംഖ്യകളുടെ ഗുണനഫലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചോദ്യത. അടുത്ത 2 ഇപ്പൊ നമ്മൾ കണ്ടെത്തിയ കാര്യം 1, 2, 3, 4 അല്ലേ? ഇവിടെ എന്താ ചെയ്ത? ഇത് രണ്ടും തമ്മിലുള്ള ഗുണനഫലവും ഇത് തമ്മിലുള്ള ഗുണനഫലവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? എത്രയുടെ വ്യത്യാസമുള്ളത് നോക്കൂതാ. 1, 4, 4. 2, 3, 6 2 കുറച്ചത് വ്യത്യാസമാണ്. നമ്മളിവിടെ എഴുതി 2ന്റെ വ്യത്യാസമാണ്
അല്ലെ? ഓരോന്നിലും 2ന്റെ വ്യത്യാസമാണ്. അപ്പോ ഈ പൊതുതത്വം ബീജഗണിതത്തിൽ എഴുതി കാരണം വിശദീകരിക്കുക. അപ്പൊ നമ്മൾ കണ്ട കാര്യം അടുത്തടുത്ത് ഏത് നമ്പർ എഴുതിയാൽ ഇപ്പൊ നോക്കിയേ 8, 9, 10, 11 എന്താണ് നമ്മളിപ്പോ കണ്ട പ്രകാരം എങ്ങനെ എഴുതും? ഇത് രണ്ടും ഗുണിച്ചതും തമ്മിലുള്ള വ്യത്യാസത്തിലാ ഏതാ വലുത്? നടുക്കുള്ള രണ്ടെണ്ണം ഗുണിച്ചതാ വലുത് കിട്ടുക. 9, 10, 90. 11, 8 എത്ര വരും? 88. എത്ര വ്യത്യാസം? 11, 8, 88. 9, 10, 90 അല്ലെ? അപ്പൊ 8 × 11 ഇനിയോ അതുപോലെയോ 9 × 10 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 അധികമാണ് അല്ലെ? 9 × 10 എന്ന് പറഞ്ഞാൽ 8 × 11 2 അധികത്തിലുണ്ട്. അതായത് ഇതിന്ന് ഗുണിച്ചിട്ട് 2 കുറച്ചാലേ 8 × 11 ആകും. ഈ ഒരു കാര്യം മനസ്സിലായാലോ? ഇത് നമുക്ക് ബീജഗണിതം ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ എന്നുള്ള 4 എണ്ണൽ സംഖ്യകളെ നമുക്ക് എങ്ങനെ രേഖപ്പെടുത്താം? തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകൾ. ആദ്യത്തെ എക്സ് ആണ്. പറയോ എന്താ എണ്ണൽ സംഖ്യയുടെ പ്രത്യേകത? ഒന്നാഴ്ച അടുത്ത 2, അടുത്ത 3, അടുത്ത 4 അല്ലേ? 1 കൂടി വരിക. ഇപ്പൊ എക്സ് ആണെങ്കിൽ അടുത്ത നമുക്ക് എങ്ങനെ എഴുതാം? x+1 അല്ലെ? അടുത്ത x+2, അടുത്ത x+3. നമ്മളിപ്പം കണ്ട് അറ്റങ്ങള് ഇത് രണ്ടും ഗുണിച്ചതും തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. ഇതാണ് വലുത് വരിക. ഇതിന്റെ ഗുണനഫലത്തിന് 2 കുറച്ചതായിരിക്കും ഇത് 2 ഗുണിച്ചാല്. നമുക്ക് ഓരോന്നും കണ്ടു നോക്കാം അല്ലെ? ഓരോ ആദ്യത്തെ വെച്ചിട്ടുണ്ട് ഇതിനെ ഇതുകൊണ്ട് ഗുണിച്ചു നോക്കാം അല്ലെ? അപ്പൊ x × x+3 എത്ര കിട്ടുക? പറഞ്ഞ ആൻസർ വേഗം എഴുതാലോ. x² + 3x. ഇനി നമുക്ക് ഏതാ കണ്ട്? ഇതല്ലേ കാണണ്ടേ? അപ്പം x+1 × x+2 അല്ലെ? ഇത് ഗുണിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതാ എക്സ് കൊണ്ട് ഇന്നലെ 2നെയും ഗുണിക്കണം, 1 കൊണ്ട് ഈ ബ്രാക്കറ്റിലെ 2നെയും ഗുണിക്കണം. അങ്ങനെ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? x × x x² പ്ലസ് എന്താ കിട്ടുക? 2x പ്ലസ് ഇത് കഴിഞ്ഞാൽ x കൊണ്ടുള്ള കൊണ്ടുക ഇനി ഒന്നുണ്ട് 1x പ്ലസ് 1 2 2. ഇപ്പൊ എന്ത് കിട്ടി? x² പ്ലസ് ഇത് രണ്ടും കൂട്ടി എഴുതാലോ. 2x ഉം 1x ഉം എത്രയാ? 3x അല്ലെ? 3x + 2. നോക്കൂ, ഇത് നമ്മളുടെ വ്യത്യാസത്തിലാ. ഇവിടെ x² + 3x, ഇവിടെ x² + 3x + 2. അഥവാ ഇതിൽ നിന്ന് നടുക്കുള്ള ഇതിന് 2 ഗുണിച്ചതിന് 2 കുറച്ചതായിരിക്കും ഏത്? ഇത് 2 ഗുണിച്ചത്. ക്ലിയർ ആയോ? അഥവാ ഇവ തമ്മിലുള്ള വ്യത്യാസം 2 ആണെന്ന് അർത്ഥം. നമുക്കിതിലെ അവസാനത്തെ ഒരു പ്രവർത്തനത്തിലേക്ക് പോകാം. നോക്കണം, ഇത് വളരെ രസകരമായ കണക്കാണ്. നിങ്ങൾക്ക് അറിയാമാണ്, ചെറിയ ക്ലാസ്സിൽ ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. 46 × 28 അല്ലെ? ഇത് 2 അക്ക സംഖ്യകളുടെ ഗുണനം. എന്നാ നോക്കൂ, 46 × 28 എന്ന ഗുണനഫലം കണ്ടുപിടിക്കാനുള്ള ഒരു രീതി ചുവടെ കൊടുക്കുക. നോക്കണേ, ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കാം. 4 2 നമുക്കറിയാലോ എത്രയാണുള്ളത്? 4 2 അല്ലെ? 8 ആണ്. ഇവിടെ ഞാൻ എഴുതുന്നത് 8 × 100 800. 4 2 ഇത് ഞാൻ ഗുണിക്കുന്ന വഴികളായില്ലേ? 4 2 അല്ലെ? ഈ 4 2 എന്താ ശരിക്കും 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യകളാണ്. ഒറ്റ 10 അല്ലെ? 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യകൾ. സ്ഥാനവിലയൊക്കെ നമുക്കറിയാലോ. 4 2 800 800. അടുത്ത ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കണേ. 4 8 പിന്നെയോ കൂട്ടണം 6 2 നമ്മുടെ എഴുതിയിട്ടുണ്ട്. 4 8 എത്രയാ? 4 8 32. 4 8 32, 6 2 12. ഇത്രയാണ് 4 8 32, 6 2 12. എത്ര കിട്ടി? 4 44. ഇവിടെ ഞാൻ എഴുതുന്നത് 44 ഗുണിക്കണം 10 440. ഇങ്ങനെ എഴുതും. അടുത്തത് 6 ഗുണിക്കണം 8 48. ഗുണനഫലം കിട്ടുന്നത് 8 8 1288 എന്നാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് 46 × 28. ഇത് ഗുണിച്ചാൽ ഉത്തരാണ് 1288.
മറ്റു ചില രണ്ടക്ക സംഖ്യകൾ കൂടി ഈ രീതി പരിശോധിക്കുക. ഇതാണ് പ്രവർത്തനം. ഇവിടെ നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് പഠിച്ച ഒന്നാമത്തെ ചോദ്യം ചില സബ് ക്വസ്റ്റ്യൻ വേറെ ഉണ്ട്. ഈ ചോദ്യം ഇതുപോലെ വേറെ രണ്ട് നമ്പർ എടുത്ത് ഇതുപോലെ നിങ്ങൾ എഴുതണം. അതിന് നമ്മൾ വേണ്ടത് ഇതൊന്നും പഠിക്കുക വേണ്ട, ഈ ഒരു ഗുണം എങ്ങനെ ചെയ്തു എന്നുള്ളത് പഠിക്കണം. ഇവിടെ നോക്കൂ, ആദ്യത്തെ ഞാൻ എഴുതിയെന്താ ഇതിന്റെ 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യകളായിട്ട് അല്ലേ. ഇത് എത്രയാ? 4 10ആണ്. 40 4 10ഉം 2 10ആണ്. അഥവാ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 4 10 4 10ആണ്, ഇതോ 2 10ആണ് അല്ലേ. ഇപ്പൊ 4 10 ഉണ്ട്, ഇവിടെ 2 10 ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഈ 10ന്റെ സ്ഥാനത്തുള്ളത് മാത്രം ഗുണിക്കുക. 4 2 8. ഇപ്പൊ നമുക്കറിയാം 10 10 എത്രയാ? 100. 10ന്റെ സ്ഥാനത്തുള്ള രണ്ട് സംഖ്യകളായത് 40ഉം ഇവിടെ ശരിക്കും നമ്മൾ ഗുണിക്കുന്നത് 40ഉം 20ഉം ആണ്. 40 20 ആണ് ഗുണിച്ചാൽ നമുക്കറിയാം 800 ആണ്. ഞാൻ അങ്ങനെ 800 എഴുതി. ഇതിനെ 40 6ആണ്, ഇത് 20ഉം 8ഉം ആണ്. ശരിയാണല്ലോ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇത് 10ന്റെ സ്ഥാനത്തുള്ള നമ്പർ 4 4 2 8. പിന്നെ ഞാൻ 10ന്റെ സ്ഥാനമായതുകൊണ്ട് ഇവിടെ 10ന്റെ 40ഉം 20ഉം ആയിരിക്കും. ഇപ്പൊ 10 10 ഗുണിക്കാനുണ്ട്. അതാണ് ഈ 100 എന്ന്. 100 മനസ്സിലായോ? ഇതിന്റെ 10ന്റെ ഇവിടെ ഉണ്ട് 40 ശരിക്കും 4 നമ്മൾ എഴുതുള്ളൂ. ഇവിടെ 20ന്റെ 2 എഴുതുള്ളൂ. അപ്പൊ 10 ഇവിടെ ഉണ്ട്, 10 ഇവിടെ ഉണ്ട്. ആ 10 10 ആണ് 100. ഇവിടെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കൂ. 4 10ന്റെ സ്ഥാനത്താണ്. ഇത് 8 എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ഥാനത്താണ് അല്ലേ. അപ്പൊ 4 8 32. 4 8 32. ഇനി അടുത്ത അതുപോലെ നോക്കിയാൽ ഈ 2 10ന്റെ സ്ഥാനത്താണ്. 6 ഒറ്റയുടെ സ്ഥാനത്ത്, 1ന്റെ സ്ഥാനത്താണ്. 6 2 12. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് 10ന്റെ സ്ഥാനത്തെ 1നെ കൊണ്ട് ഗുണിക്കുന്നു, ഒറ്റയുടെ സ്ഥാനം കൊണ്ട് ഗുണിക്കുന്നു. അതുപോലെയോ ഇവിടെ 10ന്റെ സ്ഥാനത്തെ ഒറ്റയുടെ സ്ഥാനം കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു 10 ഉണ്ട്, ഇപ്പുറത്തുണ്ട് ഒരു 10. ഇപ്പൊ ആ ഒരു 10 ആണുള്ളത്, കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എത്ര 10 ഉണ്ട്? 44 10 ഉണ്ട്. ക്ലിയർ ആയോ? ഇത് 40 8ആണ്. അപ്പൊ 4 8ന് കൂടെ 10 ഉണ്ട്, ഒരു 0 ഉണ്ട്. അതുപോലെ 6 2 അല്ലെ 12, അതിന്റെ കൂടെ ഒരു 0 ഉണ്ട്. അതായത് 120 വരും. ഇവിടെ 4 320 വരും. അത് കൂട്ടിക്കഴിഞ്ഞാൽ 440 കിട്ടി. 10 അവിടെ വരുന്നുണ്ട്. ഇനി അടുത്ത ഇത് ഒറ്റയുടെ സ്ഥാനം 6 8 ഒറ്റയുടെ സ്ഥാനം കുടിക്കുമ്പോ ഇത് ഈ സ്റ്റെപ്പോടെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ 48 കിട്ടി. ഇതുപോലെ നമ്മൾ വേറെ രണ്ട് നമ്പർ എടുത്ത് നോക്കൂ. ഇതുപോലെ തന്നെ നമുക്ക് ഇതേ സ്റ്റെപ്പ് ചെയ്യാം. ഉദാഹരണമായിട്ട് 27 × 34 ഇത് ചെയ്യാൻ പറ്റും. 27 × 34. ആദ്യത്തെ നമ്മൾ എന്താ? 10ന്റെ സ്ഥാനത്ത് 2 3. നമ്മൾ എങ്ങനെ എഴുതും? 2 3 6 അല്ലേ. അടുത്ത സ്റ്റെപ്പ് എന്താ എഴുതുക? ഇവിടെ 10 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. 20 × 30 നമ്മൾ ഗുണിക്കുന്നത്. അപ്പൊ എത്ര വരും? 600 വരും. ഇവിടെ എത്ര വരും? 600 ഇങ്ങനെ വരും. രണ്ടാമത്തെ എന്ത് വരും? 10ന്റെ സ്ഥാനത്തുള്ളതിനെ ഒറ്റയുടെ സ്ഥാനത്തുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കണം. ഇവിടെ 10ന്റെ സ്ഥാനത്തുള്ള ഇവിടെ 10ന്റെ സ്ഥാനത്തുള്ള 2, ഒറ്റയുടെ സ്ഥാനത്ത് ഇപ്പുറത്ത് 4. അപ്പൊ ഇത് 2 ഗുണിക്കണം. അതുപോലെ ഇവിടെ 10ന്റെ സ്ഥാനത്ത് 3, ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 7. അത് രണ്ടും കൂടി കൂട്ടാൻ വേണ്ടി. അപ്പൊ 20 4 ഉണ്ട്, 30 7 ഉണ്ട്. മനസ്സിലായോ? അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ 2 4 2 4 കൂട്ടണം 3 7. ഇത് എത്ര കിട്ടും? 2 4 8 ഉണ്ട് അല്ലെ. 3 7 21. അപ്പൊ എത്ര? 29 കിട്ടി. 29. അപ്പൊ ഇവിടെ എത്ര വരിക? 29 ഗുണിക്കണം 10 290. അടുത്തത് ഒറ്റയുടെ സ്ഥാനങ്ങളാണ്. ഒറ്റയുടെ സ്ഥാനത്ത് 7 4 7 4 എത്ര വരുന്നേ? 28. അപ്പൊ നമുക്ക് ഇതിന്റെ ചോട്ടിൽ കൂട്ടി എഴുതാം. കാണേണ്ടത് 27 × 34 ആണ്. 27 × 34 ഇവിടെ നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി. 600ഉം 290ഉം 28. എത്ര കിട്ടി? 918 കിട്ടി. ക്ലിയർ ആയല്ലോ? ഇത് നമ്മൾ ഗുണിച്ചു നോക്കിയാൽ വേണമെങ്കിൽ ഗുണിച്ചു നോക്കുമ്പോൾ 27 × 34 ആവശ്യമില്ല. നമ്മൾ ചെയ്ത് നോക്കാം. 4 28 2 4 2 8 10 3 21 2 3 2 6 2 8. എത്ര കിട്ടി? 8 1 918 അല്ലേ. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു. ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ചോദ്യം ഇതാണ്.
ഇത് ശരിയാകാനുള്ള കാരണം ബീജഗണിത രീതിയിൽ വിശദീകരിക്കുക. നമ്മൾ 7ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. രണ്ടക്ക സംഖ്യയെ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ട് രണ്ടക്ക സംഖ്യകളാണ് ഗുണിക്കുന്നത്. രണ്ടക്ക സംഖ്യയെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു രണ്ടക്ക സംഖ്യയാണ് 10m + n. ശരിയല്ലേ? m എന്ന് ഏതോ ഇൻഡിജർ ആണ്, ഏതോ അക്കങ്ങളാണ്. ഏത് അക്കങ്ങൾ വേണേ എഴുതാം. ഉദാഹരണമായിട്ട് ഇവിടെ 2 3 ആണെങ്കിൽ ഇത് എത്ര സംഖ്യ? 10 2 20 3 23 അല്ലെ? 7 4 ആണെങ്കിൽ എത്ര സംഖ്യ? 10 7 70 74 74. അപ്പൊ m എന്ന് ഏതോ രണ്ട് നമ്പർ. ഇതേപോലെ ഇതൊരു രണ്ടക്ക സംഖ്യയാണ്. മറ്റൊരു രണ്ടക്ക സംഖ്യ ഇതുപോലെ പറഞ്ഞേ 10m + n പോലെ. യെസ്, എങ്ങനെ പറയാം? 10p + q. ഇതിലൂടെ p യും q ഏതോ ഇൻഡിജറാണ് അല്ലെ, അക്കങ്ങളാണ്. ഈ രീതിയിലാണ് തന്നെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇത് ഗുണിക്കാനുള്ള വഴി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം വരും? ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ കിട്ടും. നോക്കണേ, ശ്രദ്ധിക്കാം. ഇതാദ്യം നമ്മൾ വരുന്നത് 100ന്റെ സ്ഥാനത്തുള്ളത്, സോറി 10ന്റെ സ്ഥാനത്തുള്ള നമ്പർ. 10ന്റെ സ്ഥാനത്തുള്ള ഏതാ? 10m ഉം 10p യും. എത്ര കിട്ടുന്നത്? m ഉം p യും ഗുണിച്ചിട്ട് അതിനെ 100 കൊണ്ട് ഗുണിക്കുക. ശരിയല്ലേ? m ഉം p യും ഗുണിച്ചിട്ട് ആ സ്റ്റെപ്പ് വരൂലേ? m × p × 100 അല്ലെ? അപ്പം 100mp. ശരിയല്ലേ? അടുത്ത എഴുതാന്നുള്ളത് എന്താ പറഞ്ഞത്? 10ന്റെ സ്ഥാനത്തെ ഒറ്റയുടെ സ്ഥാനം കൊണ്ട് ഗുണിക്കാം. 10m-നെ q കൊണ്ട് ഗുണിക്കും. ഇനിയോ? അപ്പൊ നമ്മൾ ചെയ്യുന്ന m × q കാണും. m × q പ്ലസ് അടുത്ത ഏതാ പറഞ്ഞ? അതുപോലെ ഈ 10ന്റെ സ്ഥാനത്തെ ഒറ്റയുടെ സ്ഥാനം കൊണ്ട് n × p. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? 10 കൊണ്ട് ഗുണിക്കും. ശരിയല്ലേ? അപ്പൊ അങ്ങനല്ലേ ചെയ്യല്? 10mq 10mq ഇത് ഗുണിച്ചു നോക്കൂ. 10mq പ്ലസ് 10np. നമ്മൾ ഗുണിക്കുമ്പോ എങ്ങനെ വരാറില്ലേ? നമ്മൾ ഗുണിക്കുമ്പോ ഇങ്ങനെ ഗുണിച്ച് പിന്നെ അതിനുശേഷം പറയാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 10ന്റെ സ്ഥാനത്തെ ഒറ്റയുടെ സ്ഥാനം കൊണ്ട് ഗുണിക്കുക. അതുപോലെ ഈ 10ന്റെ സ്ഥാനത്തെ ഒറ്റയുടെ സ്ഥാനം കൊണ്ട് ഗുണിച്ചിട്ട് കൂട്ടിയിട്ട് അതിന് 10 കൊണ്ട് ഗുണിക്കണം. ഇങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇനി അടുത്ത എന്താ പറയുക? ഇത് രണ്ടും കൂടി ഗുണിച്ച് nq n × q ഇങ്ങനല്ലേ? nq വരും. ഇതെല്ലാം കൂടി കൂട്ടിയതാണ് ഏതെല്ലാം ഇത് വരുന്ന 100mp. ഇത് വന്നു, അതിന്റെ കൂടെ nq കൂടി കൂട്ടാം. ഇത് 3 കൂടി കൂട്ടിയതാണ് ശരിക്ക് ഇതിന്റെ ഉത്തരം. അതല്ലേ? ശരിയല്ലേ? നമ്മൾ എങ്ങനെയാണ് ചെയ്യല്? 10m × 10p 100mp. അടുത്ത 10m × q 10mq. അടുത്ത 10p × n പ്ലസ് 10np അല്ലെ? അടുത്ത n × q nq അല്ലേ വരുന്നേ? ഇത് തന്നെയാണ് നേരത്തെ നമ്മളപ്പോ അവിടെ ചെയ്തത്. എന്താ ചെയ്തത്? 10ന്റെ സ്ഥാനത്ത് വരുന്ന രണ്ടും കൂടി ഗുണിച്ച് അതിനെ 100 കൊണ്ട് ഗുണിച്ചു അല്ലേ? 10 10 100. ഇനി അടുത്ത എന്താണ്? m × q കാണും. 10ന്റെ സ്ഥാനത്തുള്ള q ഒറ്റയുടെ സ്ഥാനത്തോട് ഗുണിച്ചു. m × q കണ്ട് അതുപോലെയോ n × p കണ്ട് അതിനെ 10 കൊണ്ട് ഗുണിച്ചു. അതാണ് 10mq + 10np. ലാസ്റ്റിൽ എന്ത് ചെയ്തു? ഒറ്റയുടെ സ്ഥാനത്തുള്ള ഗുണിച്ചു nq. ഇതാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഉദാഹരണങ്ങൾ എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം.